കോതമംഗലം കുട്ടമ്പുഴയിൽ പശുക്കളെ തടയാൻ വനത്തിലേക്ക് കയറിപ്പോയ 3 സ്ത്രീകളെ കാണാതായി. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഇവർ വനത്തിലേക്ക് പോയത്. 4 മണിവരെ ഇവർ ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. ഇവർ വഴിതെറ്റി കാട്ടിൽ കുടുങ്ങിയതാകാമെന്നാണ് പോലീസിൻ്റെ നിഗമനം. വാഹനാപകടത്തിൽ മരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ അർജുൻ പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായി. പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമയെ കാറിടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം തട്ടിയ കേസിലാണ് അർജുൻ അറസ്റ്റിലായത്. ഇതോടെ ദുരൂഹമായ ബാലഭാസ്കറിൻ്റെ മരണം വീണ്ടും വിവാദമാവുകയാണ്. നവജാത ശിശു അസാധാരണ വൈകല്യത്തോടെ പിറന്ന സംഭവം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മുനമ്പത്തെ ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് ശുപാർശ ചെയ്യണമെന്ന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനോട് സർക്കാർ നിർദ്ദേശിച്ചു. കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് സർക്കാർ നിലപാട് കൂടി വ്യക്തമാക്കിയത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ 100 വർഷം മുൻപ് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ലോക സർവമത സമ്മേളനവും ലോകമത പാർലമെൻറ്റും സ്നേഹസംഗമത്തോടെ ഇന്ന് തുടങ്ങും. മതങ്ങളുടെ ഏകതയും സൗഹാർദ്ദവും സമത്വവും പ്രചരിപ്പിക്കുക എന്നതാണ് സംഗമത്തിൻ്റെ ലക്ഷ്യം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 18 പേരെ കടിച്ച തെരുവു നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ചത്ത നിലയിൽ കണ്ടെത്തിയ നായയുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. വയനാട് ദുരന്തത്തിൽ വീടും ഉറ്റവരും പിന്നീടുണ്ടായ അപകടത്തിൽ പ്രതിശ്രുത വരനും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി പ്രഖ്യാപിച്ചു. റവന്യൂ വകുപ്പിൽ ക്ലർക്ക് തസ്തികയിൽ ജോലി നൽകും. മന്ത്രി സജി ചെറിയാൻ്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. സത്യസന്ധമായ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തണമെന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ ഉത്തരവിൽ DGP ആവശ്യപ്പെട്ടു. കുട്ടികൾക്കും കൗമാരക്കാർക്കും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് വിലക്കുമായി ഓസ്ട്രേലിയ. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് എടുക്കുന്നതിന് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തി. കുട്ടികൾക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റാത്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ മാറ്റം കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം. വയനാട് MP-ആയി AICC ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൻ്റെ തനതായ കസവ് സാരിയണിഞ്ഞാണ് പ്രിയങ്ക സഭയിലെത്തിയത്. 4,10,931 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ജയം. പെരുമ്പാവൂരിൽ നടന്നുവരുന്ന എറണാകുളം ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. 816 പോയിൻറ്റുമായി എറണാകുളം ഉപജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 790 പോയിൻറ്റുമായി ആലുവ ഉപജില്ല തൊട്ട് പിന്നിലുണ്ട്.